ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കോച്ചായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും എന്താ മാറ്റമൊന്നും സാധ്യമല്ല, നമ്മൾ കുറേ മോട്ടിവേഷൻ കേട്ടിട്ടുണ്ട് എന്നിട്ടും നമുക്കൊന്നും ഇത് നടന്നിട്ടില്ല എന്നുള്ളത് ചില ആൾക്കാരെങ്കിലും കളിയാക്കി പറയാറുണ്ട്. ഓക്കെ, കാരണം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് ലൈഫിൽ ഒരു മാറ്റം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പെയിൻ ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അതിന് ഏറ്റവും എളുപ്പത്തിൽ പരിഹാരം തേടാറുള്ളത് യൂട്യൂബിലൊക്കെ അല്ലേ. നമ്മൾ പല മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവാം, ചെറുപ്പം മുതലും ഒക്കെ കേട്ടിട്ടുണ്ടാവാം. അതൊരു തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് എനർജി കിട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങനത്തെ സെഷനുകളിലാണ് തോന്നാറുള്ളത്, ഓക്കെ എനിക്കിങ്ങനെ ചെയ്യാല്ലേ എന്നുള്ള രീതിയിൽ ഒരു എനർജി കിട്ടും. പക്ഷെ അതുപോലെ തന്നെ ചില ആളുകളെങ്കിലും പറയാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് ആ ക്ലാസ് കേട്ടപ്പോൾ നല്ല എനർജി കിട്ടിയിട്ടോ, ഇനി ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും. ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എനർജി ഒക്കെ പോയിട്ട് ഇവർ പഴയ അവസ്ഥയിലോട്ട് പോവാറുണ്ട്. വീണ്ടും ഇവർ ഏതെങ്കിലും സെഷൻ അറ്റൻഡ് ചെയ്യും, അപ്പോൾ ഉള്ളിലൊരു എനർജി കയറും. നമ്മൾ ഈ ബലൂണിലൊക്കെ കാറ്റ് നിറക്കണ പോലെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാറ്റ് പോയി കഴിഞ്ഞാൽ ബലൂണ് ചുരുങ്ങും. ഈ രീതിയിലോട്ട് വീണ്ടും അവരുടെ പഴയ അവസ്ഥയിലോട്ട് എത്തും. ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇതന്നെ ആവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തായാലും മനസ്സിൽ ഉറപ്പിക്കും, ഇതൊന്നും നടക്കണ കാര്യമില്ല, കുറേ കേട്ടതാ. അങ്ങനെ പിന്നെ കാണുന്ന എല്ലാ ക്ലാസ്സുകളോടും ഒരു ദേഷ്യം വരും ഉള്ളിൽ. എന്താപ്പം ഇതൊക്കെ ഞാൻ കുറേ കേട്ടതാ, എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് എനർജി വേണം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ, പുറത്തുനിന്ന് ഒരു പുഷും എനർജിയും ഒക്കെ വേണം. അതിനപ്പുറത്തേക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ, ഇപ്പോഴുള്ള നിങ്ങളെ പുതിയ ഒരാളാക്കി മാറ്റാൻ ഈ സമാധാനിപ്പിക്കുക അതൊക്കെ വേണം കേട്ടോ. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയണത്, ഇങ്ങനത്തെ എനർജി ടോക്സ്. അതിനപ്പുറത്തേക്ക് നമ്മളെ ഉള്ളിൽ ചില കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഈ കാണുന്ന ശരീരത്തിനും അപ്പുറത്തേക്ക്, ശരീരവും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ശരീരത്തിനും അപ്പുറത്തേക്ക് തലച്ചോറും ബ്രെയിനും മൈൻഡും അല്ലെ മനസ്സും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകളാണ് അല്ലെ. കുറെ ന്യൂറൽ നെറ്റ്വർക്ക്സ്, സെല്ലുലാർ മെമ്മറി, കോശങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് യഥാർത്ഥ മാറ്റം നമുക്ക് സാധ്യമാകുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സിസ്റ്റം അതിൽ മാറ്റം വരാതിരുന്നാൽ നമ്മൾ പഴയ ആളായിട്ട് തന്നെ തുടരും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കമ്പ്യൂട്ടറിനെ എടുത്ത് നോക്കുക. അതിൻ്റെ പുറമേ കാണുന്ന ഭാഗങ്ങളാണ് എന്ത്, അതിൻ്റെ ഹാർഡ്വെയർസ് എന്നൊക്കെ പറയാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാത്ത പുറമെ ഈ രീതിയിൽ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഒക്കെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, അതിന് നമ്മളിപ്പോൾ ഒരു സ്വിച്ച് നോക്കുമ്പം അതിനനുസരിച്ചിട്ട് അത് പ്രവർത്തിക്കുന്നു, ഓഫാക്കുമ്പോൾ ഓഫാക്കുന്നു അല്ലെ. ആ രീതിയിൽ അത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാതെ കുറേ സോഫ്റ്റ്വെയർസ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അതിനെ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പവർ ഓഫ് ആക്കുമ്പോൾ പവർ ഓഫ് ആക്കുന്നു, പവർ ഓൺ ആക്കുമ്പോൾ ഓൺ ആവുന്നു എന്നുള്ള രീതിയിൽ. സൗണ്ട് കൂട്ടുമ്പോൾ കൂടുന്നു കുറയുന്നു, ഇതൊക്കെ പുറത്ത് നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് കാരണമാവുന്ന ചില സംഭവങ്ങൾ, സെറ്റപ്പുകൾ ഉള്ളിൽ സോഫ്റ്റ്വെയർസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അതിനെ കൊണ്ടാണ് അത് പുറത്ത് ആ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇനി ഉള്ളിൽ കാണുന്ന സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അതുപോലെ അത് നിൽക്കൂല. ഒന്നുകിൽ ഹാങ് ആവും, അല്ലെങ്കിൽ ആകെ അടിച്ചു പോയ പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ ഷോപ്പിൽ കൊടുക്കുമ്പോൾ അവർ പറയും വൈറസ് കയറിയതാണ്, അല്ലെങ്കിൽ ആ പ്രോബ്ലമാണ് ഈ പ്രോബ്ലമാണ് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ എന്താണ് പുറത്ത് ഇങ്ങനെ തേച്ച് മിനുക്കിയോണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഉള്ളിൽ എന്താണോ മാറ്റേണ്ടത് നമ്മൾ അതിൻ്റെ ഷോപ്പിലോ അത് മാറ്റുന്ന ആളുകളുടെ അടുത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരത് മാറ്റുമ്പോഴാണ് പഴയ പോലെ ആ സിസ്റ്റം നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റാം. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം. നമ്മുടെ ഉള്ളിലും സിസ്റ്റം ഉണ്ട്. ഞാനിപ്പോൾ കമ്പ്യൂട്ടറിന്റെ പറഞ്ഞ പോലെ പുറത്ത് ഹാർഡ്വെയറും ഉള്ളിൽ സോഫ്റ്റ്വെയറും. ഇതുപോലെ നമ്മുടെ ഹാർഡ്വെയർ ആണ് ബ്രെയിന്, നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മൈൻഡ്, നമ്മുടെ തലച്ചോറും നമ്മുടെ മനസ്സും എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിച്ചു വരുന്ന സാഹചര്യം നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ പലർക്കും പേടികൾ ഉണ്ടാവും, പലതരം പേടികൾ. എന്നെക്കുറിച്ച് അവരെന്താ വിചാരിക്കുക, ഞാൻ അത്രക്ക് പോരാ അല്ലെ, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ, വാട്ട് അതേഴ്സ് തിങ്കിങ്, കമ്പാരിസണ്, ഞാൻ അവരെ അത്ര പോരാ, അങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ടാവും ഇപ്പോഴത്തെ നമ്മുടെ സെൽഫിൽ. അത് നമ്മുടെ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, നമ്മൾ പല ജീവിത സാഹചര്യങ്ങളിലൂടെ പോയപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് വന്നതാവാം. നിങ്ങൾ ഒരുപാട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, കളിയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ അത് ഭയങ്കര പേടിയായിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു ആൾക്കൂട്ടം കാണുമ്പോഴേക്കും ഉള്ളിൽ നിന്ന് ഒരു വിങ്ങൽ വരും. അന്നത്തെ അനുഭവം അല്ലെങ്കിൽ ഇനിയും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ. ഒരു തവണ സ്റ്റേജിൽ എന്തോ പരിപാടി അവതരിച്ച സമയത്ത് അവിടെ എന്തോ തെറ്റുപറ്റി എല്ലാവരും ചിരിച്ചിട്ടുള്ള അനുഭവം ഒരാൾക്കുണ്ടെങ്കിൽ, പിന്നെ അയാൾ ഒരിക്കലും സ്റ്റേജിൽ കയറാറില്ല
ഉണ്ടാവില്ല, ഒരു പേടി ഉണ്ടാവും അല്ലെ, മുട്ട് വരക്കുക അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് പറയും. കാരണം എന്താ, അന്നത്തെ അനുഭവം അയാളെ ബാക്കോട്ടേക്ക് വലിക്കും. ഈ രീതിയിൽ നമ്മൾ ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലൂടെ പോയപ്പോൾ നമ്മളിൽ ഉണ്ടായ അല്ലെങ്കിൽ രൂപപ്പെട്ട ഒരു സെൽഫ് ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ നമ്മൾ. പല പേടികളുള്ള, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ അത്ര പോരാ, എന്നെ കാണാൻ ഓക്കെ അല്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റൂല, അതിനുള്ള കഴിവ് എനിക്കില്ല എന്നുള്ള രീതിയിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സാഹചര്യങ്ങളിൽ നിങ്ങളെ ഉള്ളിൽ രൂപപ്പെട്ടതാവാം, അല്ലെങ്കിൽ ആരൊക്കെയോ നിങ്ങളോട് പറഞ്ഞതാവാം അല്ലെ. ചില നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, ചില കുടുംബക്കാർ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ പല ആളുകൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും. എന്ത്, നീയൊന്നും എവിടേക്ക് എത്താൻ പോണില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ അവര് പറഞ്ഞ വാചകം ഇങ്ങനെ ഓർമ്മ വരും. അന്ന് അവരങ്ങനെ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ ബോധം കൊണ്ട് ഓർത്തിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിലുള്ള മനസ്സിന് ഇതൊക്കെ ഓർമ്മയുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിന്. അപ്പൊ അത് ഇതൊക്കെ റിമൈൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആള് നമ്മളെ വീണ്ടും വീണ്ടും ബാക്കോട്ട് വലിക്കാനുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതാ. കാരണം നമ്മളെ ബ്രെയിന് എപ്പോഴും നമ്മളെ സേഫ് ആയിട്ടിരിക്കാനാണ് പ്രോത്സാഹിപ്പിക്കുക. അതായത് നമ്മൾ ഇങ്ങനെ കംഫർട്ട് ആയിട്ട് ഓക്കെ ആയിട്ട് ഇരിക്കാനാണ് മൂപ്പർക്ക് ഇഷ്ടം. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ആളുടെ മുതലാളിയാണല്ലോ നമ്മൾ അല്ലേ. നമ്മളിങ്ങനെ എപ്പോഴും ഓക്കെ ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. അപ്പൊ മുന്നേ നമ്മൾ ഏതെങ്കിലും അനുഭവത്തിൽ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുന്നേ ഉണ്ടായ ഇതേ അനുഭവം നമ്മളെ മനസ്സിലൊക്കെ മെമ്മറി ആയിട്ട് എടുത്തു വെക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടുണ്ടായ ഏതോ ഒരു അനുഭവം വീണ്ടും നിങ്ങൾ ഓർത്തെടുക്കുമ്പം അതേ വിഷമം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ ഇപ്പോഴുള്ളതുകൊണ്ടല്ലേ. കാലം കഴിഞ്ഞ് വർഷം 2025 26 പോലും 10 വർഷം 20 വർഷം മുന്നേ കഴിഞ്ഞ അനുഭവം സ്റ്റിൽ ഓർക്കുമ്പോൾ അതേ വേദനയും ഒരു എരിച്ചിലും ഒരു നീറ്റലും വരുന്നുണ്ടെങ്കിൽ അതിപ്പോഴും ഉള്ളിലുള്ളതുകൊണ്ടാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാ. ഈ റെക്കോർഡ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതുപോലത്തെ ഇപ്പൊ സ്റ്റേജിന്റെ പറഞ്ഞ പോലെ, ആൾക്കൂട്ടത്തിന്റെ പറഞ്ഞ പോലെ അതുപോലത്തെ ഏതെങ്കിലും അനുഭവം വീണ്ടും വരുമ്പം നമ്മളെ ബ്രെയിൻ അലേർട്ടിങ് മോഡ് അടിക്കും. നമ്മളെ തലച്ചോറിന് എന്താണ്, ഇതുപോലത്തെ ഒരു സംഭവത്തിലല്ലേ ആള് പണ്ട് പേടിച്ചത്, ആൾക്ക് പണ്ട് വിഷമിക്കേണ്ടി വന്നത്, വേദന വരേണ്ടി വന്നത്, അപ്പൊ ഇനി അങ്ങോട്ട് പോകണ്ട. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ പോവാതിരിക്കാനുള്ള എല്ലാ ചിന്തകളും പേടികളും കൈ വറക്കലും കാല് വറക്കലും എല്ലാം ആളിട്ടരും. കാരണം എന്താ, ഇവിടെ ബ്രെയിനെ കുറ്റം പറയാൻ പറ്റൂല. നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാണ്, നമ്മൾ ഏറ്റവും ഓക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ബ്രെയിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ രീതിയിലാണ് ഇപ്പോഴുള്ള നമ്മളെ സെൽഫ് ഉള്ളത് എന്നുള്ളത്. പക്ഷെ പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ ഇങ്ങനാ, ഞാൻ ഇനി മാറൂല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എന്താ അറിയില്ല, ഞാൻ എടുത്ത പോലെ എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും ചീത്ത പറയും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കരയും, എനിക്ക് ഭയങ്കര പേടിയാ, ഞാനൊന്നും ഡ്രൈവിംഗ് പഠിക്കൂല എന്നുള്ള രീതിയിൽ ഇപ്പോഴുള്ള നമ്മളെ കുറ്റങ്ങളും കുറവുകളും എടുത്തിട്ട് പറയും, ഞാൻ ഇങ്ങനെ. അതായത് പല ആളുകളും വിചാരിച്ചു വെച്ചത് ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഈ മരിക്കോള് ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ എന്നുള്ളതാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് നമ്മളിലെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് രൂപപ്പെട്ട് വന്ന ഒരു സെൽഫാണ്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാവും നമ്മൾ പല ആൾക്കാരും കേട്ടിട്ടുള്ളത്. അതൊരിക്കലും വിശ്വസിച്ച് പോവരുത് എന്നുള്ളതാ. കാരണം അങ്ങനെ നമുക്കിങ്ങനെ നമ്മൾ എന്തെങ്കിലും അനുഭവങ്ങളിൽ പേടിയും ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റികളും ലിമിറ്റേഷൻസും ഇതെല്ലാം കൊണ്ടിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണെങ്കിൽ എവിടെയാണ് പിന്നെ ഈ ഒരു ഭൂമിയിൽ നീതി ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, നീതി ഉണ്ടോ അവിടെ? നമ്മൾ ഒരു കുറ്റവും ചെയ്യാതെ നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ അവിടുന്ന് കുറെ മുറിവുകളും ഈ പറഞ്ഞ രീതിയിൽ ബ്രെയിന് നമ്മളെ അലേർട്ട് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവണ്ട എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വെക്കലുകളൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റൂല. നമ്മളെന്നും മറ്റുള്ളവരെന്താ വിചാരിക്കുക, ഞാൻ അവിടേക്ക് പോയാൽ കളിയാക്കുമോ ആൾക്കാരെന്നെ, അന്നും ഞാൻ പരീക്ഷയിൽ പൊട്ടി, ഇനിയും ഞാൻ പൊട്ടോ എന്നുള്ള പഴയ അനുഭവങ്ങളുടെ ഇരയായി നമ്മൾ വീണ്ടും 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 തുടർന്നുകൊണ്ടിരിക്കും. അപ്പം ഇത് മാറ്റാനുള്ള ഒരു സാഹചര്യം ഈ ഭൂമിയിൽ നിലവിലില്ലെങ്കിൽ ആ മനുഷ്യൻ അതന്നെ ആയി സാഹചര്യങ്ങളുടെ ഇരയായി അതിൻ്റെ എല്ലാം വേദനയും പേറി ജീവിക്കേണ്ട ഒരാളായി മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ പിന്നെ എന്തില്ല, നീതിയില്ല. ഏതുപോലെ, ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു ഡ്രോബാക്ക്, ഒരു ലിമിറ്റേഷൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നും അതും പേറി ജീവിക്കേണ്ട ഒരാളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നീതിയില്ല എന്നുള്ള അതിനർത്ഥം. പക്ഷെ അങ്ങനെ അല്ല. നമുക്ക് നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലോ, അത് സാഹചര്യങ്ങൾ കൊണ്ട് രൂപപ്പെട്ട പ്രോഗ്രാംഡ് സെൽഫാ. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആയി മാറിയ ഒരു നമ്മളാണ്, അതല്ല യഥാർത്ഥ നമ്മൾ. അപ്പം ഇത് പ്രോഗ്രാംഡ് സെൽഫ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ഉണ്ട്, അപ്പൊ എവിടെയാണ് നമ്മുടെ റിയൽ നമ്മൾ, ശരിക്കത്തെ ഞാൻ എവിടെ?
ഞാനെ പല ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്തത് എപ്പോഴായിരിക്കും? നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ആയിരിക്കും, ചെറുപ്പത്തിലൊക്കെ ആയിരിക്കും. കാരണം എന്താ? അന്ന് ഈ പറഞ്ഞ വേണ്ടാത്ത ഒന്നും മനസ്സിൽ കയറി കൂടിയിട്ടില്ല, വേണ്ടാത്ത അനുഭവങ്ങൾ വന്നിട്ടില്ല. കുട്ടിക്കാലം എന്ന് പറയുമ്പം എല്ലാവർക്കും സന്തോഷമുള്ള കുട്ടിക്കാലം ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ മുറിവുകളിലൂടെ പോവേണ്ടി വന്ന ആളുകളുണ്ടാവും. ആ പെയിനിലോട്ടല്ല നമ്മൾ പോകേണ്ടത്. ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു ചൈൽഡ് വേർഷനില്ലേ, നമ്മൾ ഭൂമിയിലോട്ട് ഇങ്ങോട്ട് ജനിച്ചു വീണ പാട്ട് പാടിയിട്ട് ഏതൊരാൾക്കും നമ്മളോട് സ്നേഹമുള്ള ഒരു കുഞ്ഞിന്റെ ശുദ്ധതയോട് കൂടിയിട്ടും ലാളിത്യത്തോട് കൂടിയിട്ടും എല്ലാവരും നമ്മളെ നോക്കി കണ്ട ആ ഒരു ടൈമില്ലേ, ഏറ്റവും പ്യുവർ ആയിട്ടുള്ള അന്നത്തെ നമുക്ക് എന്തെങ്കിലും ഡ്രോബാക്ക് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഈ മനസ്സ് അത്രയും ബ്ലാങ്ക് ആയിട്ടാണ്, ഒന്നുമില്ല, ഈ പറഞ്ഞ പ്രോഗ്രാംസോ പേടികളോ അനുഭവങ്ങളോ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അടുത്ത് നിന്ന് അത്രയും ശുദ്ധതയോട് കൂടിയിട്ടാണ് ഭൂമിയിലോട്ട് നമ്മൾ എല്ലാവരും കൂടി വന്നിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് കുറച്ച് കാലങ്ങൾ വരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടാവും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കുട്ടികൾക്ക് ആരെങ്കിലും ഞാൻ പറഞ്ഞാൽ തെറ്റുമോ, എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോ, എന്നെക്കാളും ഭംഗി അവരാണോ, ഇങ്ങനത്തെ എന്തെങ്കിലും ചിന്തകൾ കുട്ടികൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അത്ര പോരാ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഒതുങ്ങിയിരിക്കാറുണ്ടോ അവര്? ഇല്ല, അവർ എനിക്ക് വേണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അല്ലെ വാശിയോടെ മുന്നോട്ട് വരാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യാ? അതിനൊന്നും ഞാൻ ഡിസേർവിങ് അല്ല, അതൊന്നും ആ വിജയമൊന്നും അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടൂല, അതിന് മാത്രമൊന്നും ഞാനില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ബാക്കോട്ട് പോയിട്ട് സ്വയം ഇങ്ങനെ ഒതുക്കി വെക്കുക ചെയ്യാം. അപ്പം അത്രയും ഒരു നല്ലൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്ന് കാണുന്ന നിങ്ങളുടെ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ നമ്മളല്ല ഇപ്പോൾ ഉള്ളത്, ഒരു പ്രോഗ്രാംഡ് ആയിട്ടുള്ള സെൽഫാണ്. ഒരുപാട് പുറത്തേന്ന് വന്നിട്ടുള്ള ആരൊക്കെയോ പറഞ്ഞ വാക്കുകൾ, ഏതൊക്കെയോ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാംഡ് സെൽഫ്. അപ്പൊ പല ആൾക്കാർക്കും ഉണ്ടാവും ഇനി ഇത് എങ്ങനെ മാറ്റാന്നുള്ളത്, ഇത് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് മാറ്റുക എന്ന് പറയുമ്പം പുറത്തുനിന്ന് ഒരാൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തന്നിട്ട് നിന്നെ കൊണ്ട് എന്തായാലും പറ്റും, നിന്നെ കൊണ്ട് എന്തായാലും പറ്റും, നീ വിജയിക്കുന്നു 100 തവണ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും നിങ്ങളെ ബ്രെയിനിലൊക്കെ എന്താണ്, മുന്നെപ്പോഴോ പരീക്ഷ എഴുതിയപ്പം പൊട്ടിയ നിങ്ങൾ എവിടെ എത്തൂല എന്ന് ആരോ പറഞ്ഞ ആ വാക്കോ, അത് അത്രയും ആഴത്തിൽ വിജയത്തിന് എതിരായിട്ടുള്ള അല്ലെ, കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താവൂ, നമ്മളെ കൊണ്ടൊക്കെ ഇത്രേ പറ്റുള്ളൂ, നമ്മളൊക്കെ പാവപ്പെട്ടവരാണ്, നമ്മളൊന്നും ഉയരാൻ വേണ്ടി പോണില്ല. ഇതൊക്കെ ആ വളരുന്ന പ്രായത്തിൽ ഉള്ളിൽ ആഴത്തിൽ പ്രോഗ്രാംഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ പുറത്തുനിന്ന് ഒരാൾ എനർജി തന്നതിനെ കൊണ്ട് കാര്യമില്ല. അതായത് നിന്നെ കൊണ്ട് പറ്റും നിന്നെ കൊണ്ട് പറ്റും 100 തവണ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് തോന്നും ബോധം കൊണ്ട് ശരിയാണല്ലോ പറ്റും എന്നൊക്കെ. പക്ഷെ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നൊരു ബാക്കോട്ടേക്ക് ഒരു വലിവാ, ഒന്നുകിൽ ഒരു ടെൻഷനോ തലവേദന പറ്റുന്നില്ല എന്നൊരു തോട്ടോ ഒരു എന്തോ നമുക്ക് തന്നെ അറിയില്ല, ഉള്ളിൽ നിന്നാണ് അത് വരിക. അപ്പൊ ഉള്ളിൽ നിന്നാണ് തടസ്സം വരാറുള്ളത്. ഉള്ളിൽ നിന്ന് തടസ്സം വരുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക ഉള്ളിലാണ് എന്തോ പ്രശ്നം മാറ്റേണ്ടതായിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ. അപ്പം അതിന് നമുക്കൊരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങൾ ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിലായിട്ടാണ് ഇപ്പൊ നിൽക്കണത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയല്ലോ, ഫുള്ള് മതിലാണല്ലോ, ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ ജീവിതത്തിനെയും നിങ്ങൾ ഈ ലോകത്തിനെയും അനുഭവിക്കൽ എങ്ങനെയാ? ആ മതിൽക്കെട്ടിന്റെ ഉള്ളിലാണ്. കാരണം നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരാണ്. അയാൾ പറയാണ്, ഇവിടെ മതിലൊന്നും കാണാനില്ലല്ലോ, നിനക്ക് എഴുന്നേറ്റ് നടന്നൂടെ, ഇവിടെ ഒന്നുമില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. പക്ഷെ അവര് പറയുന്നതിലും കാര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ മതിൽ എന്ന് പറഞ്ഞത് പുറത്ത് കെട്ടിവെച്ച മതിലല്ല, മതില് അവനവന്റെ ഉള്ളിലാണ്. എന്താണ് മതില്? ഞാൻ ഇപ്പൊ പറഞ്ഞ പേടികള്, ഇൻസെക്യൂരിറ്റികള്, നമ്മുടേതായിട്ടുള്ള ഷെയിം, ഗിൽട്ട്, ഇത്തരത്തിലുള്ള എനിക്ക് പറ്റൂല, എന്നെ കൊണ്ടാവൂല, ഞാൻ അതിന് മാത്രമല്ല, ഞാൻ അതൊന്നും അർഹിക്കുന്നില്ല, ഞാൻ കാണാൻ ഭംഗിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ നല്ല ജീവിതത്തിലോട്ടും വിജയത്തിലോട്ടും തടസ്സപ്പെടുത്തുന്ന മതിലുകൾ നമ്മളുള്ളിലാണ്. അതിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ലോകത്തിൽ അത്രയും അബൻഡൻസും സക്സസും ഹാപ്പിനെസ്സും ഉണ്ടെങ്കിലും നമുക്ക് മാത്രം കിട്ടൂല. കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എ ബി എന്ന് പറഞ്ഞ 2 പേഴ്സൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു അവസരം അവരെ മുന്നിൽ വന്നു. എ എന്ന് പറഞ്ഞ വ്യക്തി നല്ല ജീവിത സാഹചര്യങ്ങളും നല്ല ഉള്ളിൽ ഭയങ്കര പോസിറ്റിവിറ്റിയും കോൺഫിഡൻറ്റും ഒക്കെ ആയിട്ടുള്ള ആ കുഞ്ഞിന്റെ അവസ്ഥ നഷ്ടപ്പെടാതെ വളർന്ന ഒരാളാണെങ്കിൽ അവരുള്ളിൽ ഓക്കെ നല്ലൊരു അവസരം, അവർ ദൈവത്തിനോട് താങ്ക് യു പറഞ്ഞിട്ട് അതെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് വിജയിച്ച് അവരിങ്ങനെ പടിപടിയായിട്ട് കയറിപ്പോകും. ബി എന്ന് പറഞ്ഞ ആളെന്തായിരിക്കും? അവസരമൊക്കെ കിട്ടി, പക്ഷെ ഞാൻ എടുത്തത് ശരിയാവില്ല, ഞാൻ അതിന് മാത്രം ഒന്നുമില്ല, ഇത് ഓക്കെ ആവില്ല എന്നുള്ള രീതിയിൽ
പല എക്സ്ക്യൂസുകളും ലിമിറ്റേഷൻസും പറഞ്ഞ ആള് അത് എടുക്കൂല. ഇങ്ങനെ പലതവണ ആവർത്തിക്കുമ്പം ഇയാൾ എന്താണ് പിന്നീട് ഏത് കൺക്ലൂഷനിലോട്ട് എത്തുക? ഇതൊക്കെ എൻ്റെ വിധിയാ, എനിക്ക് നല്ലതൊന്നും വിധിച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ വേറെ ആൾക്കാർക്ക് പറഞ്ഞതാ, ഞാനൊക്കെ ഇങ്ങനെ 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 തട്ടിമുട്ടി ജീവിക്കാനുള്ളതാ എന്നുള്ള രീതിയിലോട്ടാണ് അവരെന്ത് ചെയ്യുക, അയാള് കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ മതിലുകൾ രൂപപ്പെട്ടത് എങ്ങനെയൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രെയിന്. നമ്മളെ ബ്രെയിനിനെ പല ആൾക്കാരും ഒരു മെഷീനൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പർ പവറുള്ള, നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു സംഭവമാണ് നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ പണ്ടൊക്കെ ഉള്ള സയന്റിസ്റ്റ് ഒക്കെ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ, ബ്രെയിനിനെ ആ ഒരു ചൈൽഡ് ഡെവലപ്മെന്റൽ സ്റ്റേജ്, ഞാൻ പറഞ്ഞല്ലേ കുട്ടികളെ ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സബ് കോൺഷ്യസ് രൂപപ്പെടുന്ന ഒരു കാലഘട്ടം, ബ്രെയിനിന്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ രൂപപ്പെടുന്ന ആ ഒരു കാലഘട്ടം, മൈൻഡും ബ്രെയിനും ഒക്കെ ആയിട്ട് രൂപപ്പെടുന്ന ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മാറ്റമൊന്നും സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എന്നും എങ്ങനെ ജീവിക്കേണ്ടി വരും എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതായത് ബ്രെയിനിന് ഇനി മാറാനൊന്നും സാധ്യമല്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാലോ ഒരുപാട് സ്റ്റഡീസും റിസർച്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് പുതിയത് പുതിയത് നമ്മുടെ ശാസ്ത്രം അങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ബ്രെയിനിന് ഒരു പവർ ഉണ്ട്. എന്താണ് ആ ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. നമ്മൾ ഇലാസ്റ്റിസിറ്റി പറഞ്ഞാൽ എന്താ, അങ്ങനെയല്ലേ വലിക്കാനും നീട്ടാനൊക്കെ പറ്റുന്ന സാധനമാണ് ഇലാസ്റ്റിസിറ്റി, അല്ലെ ഇലാസ്റ്റിക് ആയിട്ടുള്ളത് പറയാം. ഇതുപോലെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒന്നെന്നാണ് പറയാം. അതായത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിനിലുള്ള ഒരു പവറാണ്. ബ്രെയിനിന്റെ, നമ്മുടെ തലച്ചോറിന്റെ അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നാം മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണേ? ഞാൻ പറയണ മനുഷ്യന്മാരെ, ഇതും നമ്മളെ ജീവിതവും എല്ലാം കണക്റ്റഡ് ആണ്. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ബ്രെയിനിനെ ഒരു കാട് പോലെ, ഭയങ്കര കാട് പിടിച്ചൊരു സ്ഥലം പോലെ ഇമാജിൻ ചെയ്യുക. അതിൽ നിങ്ങൾ ഒന്നാമത്തെ ദിവസം നടക്കാൻ വേണ്ടി പോണു, വഴിയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ കാടിന്റെ മേലെ കൂടെ പോകുന്നു. രണ്ടാമത്തെ ദിവസം വീണ്ടും അതേ വഴിയിലൂടെ പോകുന്നു, മൂന്നാമത്തെ ദിവസം വീണ്ടും അതേ വഴിയിലൂടെ പോകുന്നു. ഇങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് അതേ ആ കാട്ടിലെ സെയിം വഴിയിലൂടെ തന്നെ പോകുമ്പം അവിടെ പുതിയൊരു വഴി രൂപപ്പെടും, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ കാട്ടിലൂടെ പോയവർക്കറിയാം, അവിടെ പുതിയൊരു വഴി രൂപപ്പെടും, അല്ലേ? ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തില് ഏതെങ്കിലും ഒരു തോട്ട്, ഒരു ചിന്തയോ ഒരു ഹാബിറ്റോ ഒരു പ്രവൃത്തിയോ എന്തെങ്കിലും ഒരു കാര്യം, നമ്മളിപ്പോ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതി. ഞാൻ പോരാ, ഞാൻ പോരാ, ഞാൻ പോരാ. അത് ഈ കാട്ടിലൂടെ പോണാല് ഡെയിലി ഞാനൊന്നിനും പറ്റില്ല, ഞാനൊന്നിനും പറ്റില്ല എന്ന് വിചാരിച്ചാല് ഈ കാട്ടില് പുതിയ വഴി രൂപപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ബ്രെയിനില് ന്യൂറോൺസ് ഫയർ ചെയ്തിട്ട് പുതിയൊരു ന്യൂറൽ പാത്വേ രൂപപ്പെടും. നമ്മളെ തലച്ചോറിൽ എന്ത് ചെയ്യും, ഞാൻ പോരാ, ഞാൻ പോരാ എന്നുള്ളതിന്റെ ഒരു വഴി തന്നെ രൂപപ്പെടും. അപ്പൊ പിന്നെന്താ, പിന്നെ നമ്മുടെ റിയാലിറ്റി അതായിട്ട് മാറും, പിന്നെ അതിൽ സ്ഥിരമായി. അതുപോലെയാണ് ഏതെങ്കിലും ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നും നേരെ വൈകി ഒരാൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ കാട്ടിലൂടെ പോവാന്ന് പറഞ്ഞ പോലെ തന്നെ പിറ്റേന്നും നേരെ വൈകി ഉറങ്ങുന്നു, അതിന്റെ പിറ്റേ ദിവസം നേരെ വൈകി ഉറങ്ങുന്നു. അത് അയാൾ ശീലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 21 ദിവസമാവുന്നു, 60 ദിവസമാവുന്നു, 90 ദിവസം കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ക്യാരക്ടറായിട്ട് മാറിയിട്ട് പിന്നെ അയാളുടെ ജീവിതത്തിൽ നേരം വൈകി ഉറങ്ങുന്നത് സ്ഥിരമാവും. ഇതുപോലെയാണ് നമ്മുടെ പല ചിന്തകളും, നമ്മുടെ പല ഹാബിറ്റുകളും നമ്മൾ മാറ്റാൻ പറ്റൂല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ. അത് തുടങ്ങിയത് ആരോ നമ്മളെ കുറ്റം പറഞ്ഞതാവാം, നമുക്ക് കിട്ടിയിട്ടുള്ള വേദനയാവാം, ഏതോ ഒരു അനുഭവമാവാം. അതിനുശേഷം നമ്മൾ തന്നെ അതേ ചിന്ത റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്നു. അതേ വേദന വീണ്ടും 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 ആലോചിച്ച് വേദനിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, അതേ കാര്യം തന്നെ, അതേ ഹാബിറ്റ്, ആ വേണ്ടാത്ത പ്രവൃത്തി നമ്മളെ ജീവിതത്തിന് വിജയത്തിൽ നിന്ന് തടയുന്ന, നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിക്കുക, നെഗറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ ജീവിതം എന്നുണ്ടെങ്കിൽ അത് തന്നെ തുടരുകയാണെങ്കിൽ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് അതിങ്ങനെ ആവർത്തിക്കുമ്പം ന്യൂറൽ പാത്വേസ് രൂപപ്പെടുന്നു, നമ്മുടെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പിന്നെ ആ രീതിയിലാണ് കാര്യങ്ങൾ അങ്ങനെ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ലൂപ്പാണെന്നും കൂടെ പറയാം. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ നിങ്ങളെ ജീവിതം എങ്ങനെ ആയിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ. അതല്ലാതെ നിങ്ങൾക്ക് എന്നും നേരത്തെ എഴുന്നേക്കണം, അല്ലെങ്കിൽ എന്നും നേരത്തെ ഉറങ്ങണം, അല്ലെങ്കിൽ
നിങ്ങളെക്കുറിച്ച് എന്നെ കൊണ്ട് കഴിയും, ഞാൻ അടിപൊളിയാണ്, എന്നിലോട്ട് ഒരുപാട് പണം വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ വിജയത്തിനൊക്കെ അർഹയാണ് എന്നുള്ള രീതിയിലുള്ള നല്ല നല്ല ചിന്തകൾ, ഇത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇനി നിങ്ങളെ ജീവിതത്തിലോട്ട് വേണ്ട. പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതും പോസിറ്റീവായിട്ടുള്ള ഹാബിറ്റുകൾ ഫോം ചെയ്യുന്നതും എല്ലാം നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ, കേട്ടോളൂ, ചെയ്യുകയാണെങ്കിൽ ഇതേ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേ, ഒരു വഴി, ആ കാട്ടിലെ പറഞ്ഞ പോലെ പുതിയൊരു വഴി രൂപപ്പെടും. ആദ്യം ഉണ്ടായ ആ നെഗറ്റീവ് സംഭവമല്ലേ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്നോ ആവർത്തിച്ച് ചെയ്ത ഒരു കാര്യം, അത് പതിയെ ഡിസോൾവ് ആയിട്ട് അടഞ്ഞു പോവും. പിന്നെ ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പുതിയ കാര്യമാവും അവിടെ സ്ഥിരാവുക. അപ്പൊ എന്താവും? നമ്മുടെ സ്വഭാവം അങ്ങനെ ആവും, നമ്മുടെ പെരുമാറ്റം അങ്ങനെ ആവും, നമ്മുടെ ജീവിതം അങ്ങനെ ആവും, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ നമ്മൾ പഴയ അവസ്ഥയിൽ തന്നെ തുടർന്നിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ ചിന്തിച്ചിട്ട് ഒരു മാറ്റമില്ലല്ലോ, എൻ്റെ ജീവിതം മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ന്യൂറൽ നെറ്റ്വർക്സിൽ പുതിയ ന്യൂറൽ പാത്വേസിന് രൂപപ്പെടാൻ പറ്റുകയാണെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഹാബിറ്റ്സ്, നല്ല സ്വഭാവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആവണം വിചാരിക്കുന്ന നല്ല ക്വാളിറ്റീസും നിങ്ങൾക്ക് ചെയ്തു തുടങ്ങിക്കൂടാ? പണ്ട് ആരോ പറഞ്ഞ് നിന്നെ കൊണ്ട് പറ്റൂല, ആ സംഭവം ഡെയിലി ആലോചിച്ച് 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 പുതിയൊരു, ഞാൻ പറഞ്ഞ പോലെ കാട്ടിൽ വഴി ഉണ്ടാകുന്ന പോലെ തലച്ചോറിൽ അതിൻ്റെ ഒരു വഴി ഉണ്ടായി അതിൽ തന്നെ ജീവിക്കാതെ എന്നെ കൊണ്ട് പറ്റുമെന്ന് റീഫ്രെയിം ചെയ്ത് നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചിട്ട് അതിൽ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാല് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങളെ ബ്രെയിനിന് തോന്നി തുടങ്ങും. അതിനുള്ള ഇമോഷൻസ് നിങ്ങളെ ബോഡിയിൽ ഫീൽ ചെയ്യും. നിങ്ങളെ ബോഡി പോസ്റ്റർ മാറി തുടങ്ങും. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ഉള്ളിൽ തോന്നി തുടങ്ങുമ്പോൾ, നേരത്തെ പറഞ്ഞ എ ബി എന്ന് പറഞ്ഞ രണ്ടാൾക്കാരെ പറഞ്ഞല്ലോ, അതിൽ എന്നെ കൊണ്ടൊന്നും പറ്റൂല വിചാരിക്കണ ആരും മാറി നിന്നാളുണ്ടല്ലോ, അയാള് പെട്ടെന്ന് ഒരു ദിവസം എന്നെ കൊണ്ട് പറ്റും, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കും. കാരണം എന്താ? അയാളെ ഉള്ളിലെ കാര്യങ്ങൾ മാറി തുടങ്ങി. ഉള്ളിലെ കാര്യങ്ങൾ മാറുമ്പോൾ പുറത്തെ കാര്യങ്ങളും മാറും. ഇതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ, ബ്രെയിനും മൈൻഡും അത്രയും കണക്റ്റഡ്. മൈൻഡിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് വേദനകൾ ഉണ്ടാവും. ചില വേദനകളൊക്കെ ഇപ്പോഴും, വിഷമങ്ങൾ അവിടെ ഹോൾഡ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. ഒരേ വേദന എന്നും ഉള്ളിൽ കൊണ്ട് നടക്കാതെ അതിനെ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിൽ നിന്ന് വിട്ടയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മൈൻഡിൽ ഒരു വേദനയില്ല. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഇപ്പൊ ഇവര് സേഫ് ആണ്, ഇപ്പൊ ഇവര് കാമാണ്, പീസ് ആണ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യും എന്നുള്ളതാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന, ആവർത്തിച്ച് പറയുന്ന, ആവർത്തിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന, മനസ്സിൽ കാണുന്ന ഇതേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ അപ്രത്യക്ഷമായിട്ട് പോകണമെന്നില്ല. ഈ ആവർത്തിച്ച് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ബ്രെയിനിൽ ന്യൂറൽ പാത്വേസ് രൂപപ്പെടുന്നുണ്ട്, നിങ്ങളെ സെല്ലുലാർ മെമ്മറിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നെഗറ്റീവ് ഇമോഷൻസ്, പണ്ടെന്നോ ഉണ്ടായ വേദന വീണ്ടും 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 ഫീൽ ചെയ്ത് തന്നെ കൊടുക്കുകയാണെങ്കിൽ, അതേ ഗിൽട്ട്, അതേ ഷെയിം, അതേ അപമാനം, അല്ലെ, എല്ലാം അതേ ഫിയർ, പേടി, ഇതെല്ലാം വീണ്ടും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെല്ലുലാർ മെമ്മറിയിലും ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ബോഡി ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഉണ്ടാവുക. ഇപ്പം രോഗങ്ങളിൽ ഏകദേശം 90% രോഗങ്ങളും റിസർച്ച് പറയുന്നത് സൈക്കോസൊമാറ്റിക് എന്നാണ്, അതായത് മനോജന്യ രോഗങ്ങൾ. അവരുടെ മനസ്സിന്റെ പ്രശ്നം കൊണ്ട് ബോഡിയിൽ അസുഖം വരിക. അതിന്റെ അർത്ഥം അത് തോന്നലാണെന്നല്ല കേട്ടോ. അതായത് മനസ്സിന്റെ പ്രശ്നം കൊണ്ട് ബോഡി, ഈ പെയിൻ എല്ലാം നമ്മൾ കാണാത്ത, നമ്മൾ മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുന്ന ഈ പെയിൻ എല്ലാം നമ്മുടെ ബോഡിയാണല്ലോ ഹോൾഡ് ചെയ്യുന്നത്. ഇത് ഹോൾഡ് ചെയ്ത് അവരെ പല ഭാഗങ്ങളും ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈവൻ ക്യാൻസർ പോലത്തെ, ക്യാൻസറിനെ ഫോം ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവിടെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്, നടന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ മസിൽസ് ഡാമേജ് ആവും. ചില ആൾക്കാർക്ക് ഷോൾഡർ സ്റ്റിഫ്നെസ്, നെക്കിന് പ്രോബ്ലം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എപ്പോഴും ലൈഫിൽ എന്തോ പ്രോബ്ലം വരുന്നുണ്ട് എന്നുള്ള അലേർട്ടായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ മതി, അവരെ പോയി ഇങ്ങനെ അവിടെ ഇരിക്കുക. കാരണം എന്താ? അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ സമാധാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ് ആയിരിക്കും. നമ്മൾ അലേർട്ട് ആവുമ്പോൾ നമ്മളെ ബോഡി പോസ്റ്റ് അടക്കം മാറും, മസിൽസ് ഫുൾ സ്റ്റിഫായിരിക്കും. അതായത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡ് എന്ന് പറയും. നമ്മളിങ്ങനെ, ഈ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏത് സമയവും ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിട്ടാണ് അവർ കാട്ടിലൂടെ നടക്കുക. ഏത് സമയം ആരും വരാം, എന്നെ ഉപദ്രവിക്കാം. ഇതേ രീതിയിൽ പണ്ടെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും വേദനകളും വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഡേഞ്ചർ സംഭവിക്കും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നെക്കിന് പ്രശ്നം വരും, ഷോൾഡറിന് പ്രശ്നം വരും, പല രീതിയിൽ ബോഡിയിൽ അത് പ്രശ്നം വരും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്,
നമ്മളറിയാതെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സ്, ആരൊക്കെയോ തന്ന മുറിവുകൾ, കാര്യങ്ങൾ, നമുക്ക് തന്നെ പ്രതീക്ഷയില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ടാവും. ഇതെല്ലാം പുറത്ത് അപ്രത്യക്ഷമാവുന്നില്ല. ഇത് ആവർത്തിച്ച് നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് ബ്രെയിനിലെ ന്യൂറൽ പാത്വേ രൂപപ്പെടും. നിങ്ങളുടെ സ്വഭാവം അതായിട്ട് മാറും. നിങ്ങളുടെ മൈൻഡിൽ അതുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പുറത്തും ആ രീതിയിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യപ്പെടും. നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിന്റെ അസുഖമായിട്ട് മാറും. ഹാപ്പിനെസ് നഷ്ടപ്പെടും, ടെൻഷൻ ആയിരിക്കും, സ്ട്രെസ് ആയിരിക്കും, എല്ലാ രീതിയിലോട്ടും നമ്മളെ ഇല്ലാണ്ടാക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സബ് കോൺഷ്യസിലുള്ള നിങ്ങളുടെ ഇന്നർ മൈൻഡിൽ രൂപപ്പെട്ടിട്ടുള്ള വേണ്ടാത്ത പ്രോഗ്രാംസ് പറയുമ്പോൾ ആരോ പറഞ്ഞ അല്ലെ, എഴുതി വെക്കപ്പെട്ട വാചകം പോലെ ഞാൻ എവിടെ എത്തൂല, ഞാൻ സ്റ്റേജിൽ സംസാരിച്ച ആരെങ്കിലും എന്നെ കളിയാക്കും, ഏതെങ്കിലും അനുഭവത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു സംഭവം നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും, എൻ്റെ ഉള്ളിലും ഉണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഹാബിറ്റുകൾ, നിരന്തരം ചിന്തിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫീൽ ചെയ്യുന്ന നെഗറ്റീവ് ഇമോഷൻസ്, ഇതൊക്കെ ലൈഫിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ നിമിഷവും. അപ്പൊ അതിനെ മാറ്റാൻ ആരെങ്കിലും റെഡി ആണെങ്കിൽ അവരെ ലൈഫ് മാറും എന്നുള്ളതാണ്. അപ്പം അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? ഹലോ, ആരെങ്കിലും ഒന്ന് പറയോ? ആ, കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞല്ലോ, നിങ്ങളുടെ അകത്ത് ഒരുപാട് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ അല്ലെ, കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ ഉള്ളിൽ വേണ്ടാത്തതൊന്നും കയറി കൂടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല ധൈര്യം ഉണ്ട്, നല്ല ഹാപ്പിനെസ് ഉണ്ട്, നല്ല പീസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലെ പല അനുഭവങ്ങളിൽ നിന്നും പല അവസ്ഥയിൽ നിന്നും നമ്മുടെ ഉള്ളിലെ പല ചിന്താഗതികളും കയറി കൂടിയിട്ടും പല അനുഭവങ്ങളും ഉറച്ചിട്ടും നമ്മുടെ മൈൻഡിലും അത് ആവർത്തിച്ച് ചിന്തിക്കുമ്പം ബ്രെയിനിലെ പുതിയ ന്യൂറൽ പാത്വേസ് ഒക്കെ രൂപപ്പെട്ടിട്ട് നമ്മളെ ജീവിതം അങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ മാറ്റാൻ തയ്യാറാവാതെ നിങ്ങളെ പുറത്തുള്ള ജീവിതം മാറാൻ വേണ്ടി പോകുന്നില്ല. കാരണം അവസരങ്ങൾ ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ നടക്കുന്നുണ്ട്. ഒരുപാട് വിജയിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവസരം സെയിം ആയിട്ട് പോലും നമ്മൾക്ക് അത് അനുഭവപ്പെടുന്ന രീതി വേറെയാണ്. നമുക്ക് മാത്രം അത് കിട്ടുന്നില്ല, നമുക്ക് മാത്രം അത് നടക്കുന്നില്ല. നമ്മളെ കയ്യിൽ മാത്രം ക്യാഷ് വന്നാൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും, നമ്മളെ റിലേഷൻഷിപ്പിൽ മാത്രം എന്നും പ്രശ്നം. അങ്ങനെ നമ്മളിൽ മാത്രം എന്തോ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. അത് തന്നെയാണ് അതിന്റെ കാരണം എന്നുള്ളത്. അപ്പൊ പരിശുദ്ധ ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതുണ്ട്, സൂറത്തുൽ റഅദില് ഇന്നല്ലാഹ ലാ മാബി കൗമിൻ ഹത്താ യുഗയ്യിറു മാബി അൻഫുസിഹിം എന്നുള്ളത്. അതായത് ഗോഡ് വിൽ നോട്ട് ചേഞ്ച് ദ കണ്ടീഷൻ ഓഫ് എ പീപ്പിൾ അണ്ടിൽ ദേ ചേഞ്ച് വാട്ട് ഈസ് വിത്തിൻ ദംസെൽസ്. ദൈവം ഒരിക്കലും, അല്ലെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവ് ഒരിക്കലും ഏതൊരു ജനതയും ഏതൊരു ആൾക്കാരെയും അവരെ ഉള്ളിലുള്ള കാര്യം മാറ്റാതെ ദൈവത്തിന് പോലും നിങ്ങളുടെ പുറത്തുള്ള കാര്യം മാറ്റാൻ പറ്റൂല എന്നുള്ളത്. അപ്പം ഇതിനുള്ള എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പല ആൾക്കാർക്കും തോന്നും ദൈവത്തിന് പോലും മാറ്റാൻ പറ്റൂല എന്നുള്ളതോ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുന്നിൽ ഒരു അവസരം വന്നു, നിങ്ങളെ ഉള്ളിൽ പേടിയുണ്ട്, സ്റ്റക്നെസ് ഉണ്ട്, എന്നെ കൊണ്ട് പറ്റൂല, ഞാനൊക്കെ അത് ചെയ്താൽ പൊട്ടും എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അവസരം ഇട്ട് തന്നത് ദൈവമാണ്, അനുഗ്രഹം നിങ്ങളെ മുന്നിലോട്ട് ഇട്ട് തന്നതും ദൈവമാണ്. പക്ഷെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ പ്രശ്നം എവിടെ കിടക്കണേ? നിങ്ങളുടെ ഉള്ളിലാണ്. പക്ഷെ വേറൊരാളുടെ ഉള്ളിൽ അതില്ലെങ്കിൽ അയാൾ അത് പോവും, അതെടുക്കും, അതിൽ നിന്ന് ബെനഫിറ്റ് എടുക്കും എന്നുള്ളതാണ്. ഈ രീതിയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, പുറത്തെ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പല സ്റ്റെക്നെസ്സിൻ്റെയും, അത് ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം, നമ്മുടെ ആരോഗ്യത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പല ആൾക്കാർക്കും ആരോഗ്യം നിരന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം. കാരണം ഞാൻ ഒരു കാലം വരെ, ചൈൽഡ്ഹുഡ് മുതൽ ഒരു കാലം വരെ നിരന്തരം മൈഗ്രെയിൻ പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു അൽഹംദുലില്ലാ ഒരു 5 ഇയർ ആയിട്ടൊന്നും മൈഗ്രെയിൻ കാര്യങ്ങളില്ല. അപ്പം അത് എങ്ങനെയാണ് പോയത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് പോലും അറിയില്ലായിരുന്നു ഇതിലൊരു സൈക്കോസമാറ്റിക് അല്ലെങ്കിൽ മനോജന്യം എന്നുള്ള രീതിയിലുള്ള റീസൺ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ചൈൽഡ്ഹുഡിലോ വളർന്നു വരുന്ന സാഹചര്യത്തിലോ ഞാൻ അത്ര എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ലായിരുന്നു എന്നെ. എന്ത് പെയിൻ ഉണ്ടെങ്കിലും ആരെന്ത് പറഞ്ഞാലും അതൊക്കെ ഉള്ളിൽ ഒതുക്കും. ആര് പറഞ്ഞാലും കുഴപ്പമില്ല, ഒക്കെ ഇതൊക്കെ എടുക്കാനുള്ളതാ ഞാൻ എന്നുള്ള രീതിയിൽ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കും. ഈ ഒതുക്കുന്ന വേദനകളും പെയിനും എല്ലാം പോയി ഉള്ളിൽ കയറി കയറി രൂപപ്പെട്ട് പിന്നെ എന്താണായി മാറിയിട്ടുള്ളത്? പിന്നെ ബോഡിയിൽ അസുഖമായിട്ട് മാറുക ചെയ്തത്. അത് നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരുപാട് മരുന്ന് കുടിച്ച് സംഭവം മാറുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിലുള്ള കാര്യം മാറ്റും, പുറത്തുള്ള കാര്യം മാറും എന്നുള്ള പോലെ
ഈ ബ്രെയിനിലെ ആ ഒരു രൂപപ്പെട്ടിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണമാക്കുന്ന എൻ്റെ സബ് കോൺഷ്യസിലുള്ള പ്രോഗ്രാംസ് ഇതിനെ ഒരുപാട് മൈൻഡ് പവർ ടെക്നിക്സിലൂടെയും പ്രാക്ടീസിലൂടെയും നമ്മുടെ മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ് അല്ലെ അത്തരത്തിലുള്ള ഹീലിംഗ് ആയിട്ടുള്ള നമ്മളെ ഉള്ളിലുള്ള വേദനയെ ഹീൽ ചെയ്യുന്ന രീതിയിലുള്ള ടെക്നിക്സ് ഇതൊക്കെ നിരന്തരം യൂസ് ചെയ്ത് ഒരു 90 ദിവസമൊക്കെ മിനിമം ആവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ കാട്ടിലൂടെ ഒരു ദിവസം തന്നെ നടന്ന അവിടെ വഴി ആവൂല. ആവർത്തിച്ച് അവിടെ ഒരുപാട് ആൾക്കാർ നടന്നാലേ അവിടെ വഴി വരുള്ളൂ. ഇതുപോലെ നമ്മുടെ പഴയ ഒരു സംഭവമുണ്ട്, പഴയതായിട്ട് വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു നമ്മളുണ്ട്. അതിനെ ഡിസോൾവ് ആയി പോണെങ്കിൽ അതിലേറെ ശക്തിയിൽ പുതിയൊരു വേര് അവിടെ വളർന്നു വരണം അല്ലെ. അത്രയും ദിവസം ഞാൻ എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ ഉള്ളിൽ മാറ്റം വരുത്തി എന്തൊക്കെയാണോ എന്നിൽ വേദനക്ക് കാരണമാക്കുന്ന വിശ്വാസങ്ങളും ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകളും ഇതിനൊക്കെ ഹീൽ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇതിനെ ട്രാൻസ്ഫോം ചെയ്ത സമയത്താണ് ആ ഒരു വേദന പോയിട്ടുള്ളത്. ഈ രീതിയിൽ ഹെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പല കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്നെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ അതിന് കാരണമാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു ജീവിതാനുഭവമോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ മാറ്റാൻ തയ്യാറാവാതെ ഗോഡിന് പോലും നിങ്ങളെ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് സ്വയം മാറണമെന്ന് തീരുമാനിക്കാത്ത ഒരാളെയും ഈ ലോകത്ത് വേറൊരാൾക്കും മാറ്റാൻ പറ്റൂല. പല ആൾക്കാർ ചോദിക്കുക, എൻ്റെ മോനെ നിങ്ങളൊന്ന് മാറ്റിത്തരോ, എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, അവരെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ എന്താ മാറ്റേണ്ടത്? പക്ഷെ ആ ഹസ്ബൻഡിന് മാറണമെന്ന് സ്വയം തോന്നാത്ത വേറൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളെ മാറ്റാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരാളെ ജസ്റ്റ് പറയുന്നതിൽ മാത്രമല്ല, അയാളുടെ ചിന്താഗതി, അയാളുടെ വിശ്വാസങ്ങൾ, ജീവിതാനുഭവങ്ങൾ കൊണ്ട് അയാൾ ഉണ്ടാക്കി വെച്ച വിശ്വാസങ്ങൾ, ഈ ലോകത്തിനെ കാണുന്ന കാഴ്ചപ്പാട്, അയാളുടെ ആറ്റിറ്റ്യൂഡുകൾ, അയാളെ എല്ലാ കാര്യങ്ങളും, ഈ ഉള്ളിലുള്ള ഹാബിറ്റുകൾ, ഒരു ദിവസം അയാൾ എങ്ങനെ ജീവിക്കുന്നു, ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അയാൾ എങ്ങനെ നേരിടുന്നു, അപ്പോൾ തന്നെ അത് വലിയ പ്രശ്നമാക്കാണോ അല്ലെങ്കിൽ അതിനെ കാമായിട്ട് നേരിടാണോ ചെയ്യണത് എന്നുള്ള രീതിയിൽ ഓരോന്നിനോടും റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഇതടക്കം മാറ്റുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരാൾ മാറുക. അങ്ങനെ മാറുമ്പോഴേ എന്ത് ചെയ്യുക, അയാളെ ജീവിതം മാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ് ഈ നമ്മളെ ട്രാൻസ്ഫോർമേഷനിൽ ശരിക്കും എന്തുണ്ട്, സയൻസിന് വലിയൊരു പങ്കുണ്ട്. ബ്രെയിനിൻ്റെയും മൈൻഡിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ പോലെ അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിക്കും ആത്മീയതക്കും എന്തുണ്ട്, അതിൽ വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാ. ഇതിപ്പോ ഖുർആനിൽ പറഞ്ഞ കാര്യം മാത്രമല്ല, ബൈബിളിലായിക്കോട്ടെ ഗീതയിലായിക്കോട്ടെ ഒക്കെ നമ്മൾ നമ്മളെ മാറ്റുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മെന്ററിങ്ങിലും കോച്ചിങ്ങിലും ഒക്കെ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്കസ് ചെയ്ത് പോവാറുണ്ട് എന്നുള്ളതാ. ഓക്കെ. ഓക്കെ. യു ആർ വാട്ട് യു ബിലീവ് എന്നുള്ളതാ. നിങ്ങൾ എന്തിനെ വിശ്വസിക്കുന്നു അതാണ് നിങ്ങൾ എന്നുള്ളതാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തോന്നാണ് ഞാനൊന്നിനും പറ്റില്ല, ഞാൻ ഓക്കെ അല്ല, ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ് എന്ന് സ്വയം തോന്നുകയാണെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അതിന് നമ്മളൊരു എക്സാമ്പിൾ പറയാറുണ്ട് നമ്മുടെ കോച്ചിങ്ങിലൊക്കെ. അതായത് ഒരു പൂച്ചനെയും ഒരു സിംഹത്തിനെയും വെച്ചിട്ട്, പൂച്ച എന്താണ്, കാണുമ്പോൾ ഭയങ്കര പാവാണ്, ആള് ഭയങ്കര, നമുക്കറിയാലോ, ഒരു ഭയങ്കര പാവം ക്യൂട്ടായിട്ട് പൂച്ച ഉണ്ടാവാം. പക്ഷെ അത് സ്വയം വിചാരിക്കുകയാണ് എനിക്ക് ഭയങ്കര സ്ട്രെങ്താ, സിംഹത്തിനെ പോലെയാണ് ഞാൻ എന്ന് സ്വയം അതിനെ വിചാരിക്കുമ്പോൾ അതിന് ലൈഫിൽ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും അതിന് ആ ശക്തിയോടെ നേരിടാൻ വേണ്ടി പറ്റും. പക്ഷെ നേരെ മറിച്ചിട്ട് ഒരു സിംഹം, അത് കാണാൻ ഭയങ്കര സ്ട്രോങ് ഒക്കെ ആണെങ്കിൽ പോലും, കാട്ടിലെ രാജാവ് എന്നൊക്കെ ആൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിന് സ്വയം ഉള്ളിൽ തോന്നാണ് എന്നെ കൊണ്ടൊക്കെ പറ്റുമോ, ഞാൻ ഭയങ്കര വീക്കാണ്, ഞാൻ അത്ര പോരാ എന്ന് അതിന് സ്വയം തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ ജീവി വരുമ്പോഴേക്ക് അത് പേടിച്ചോടും. ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ പുറമെ കാണുന്ന രീതി അല്ലെങ്കിൽ സിംഹത്തിന്റെ ശക്തി പുറമെ കാണുന്നതിനേക്കാളും പൂച്ച പുറമെ എന്താണ് ഭയങ്കര പാവാണ് ക്യൂട്ടാണെന്നുണ്ടെങ്കിലും അതല്ല അവരുടെ ജീവിതത്തിന്റെ റിയാലിറ്റിനെ, എക്സ്പീരിയൻസിനെ മാറ്റുന്നത്. അവരുടെ ഉള്ളിൽ എന്താണ് അവരെ പറ്റി തന്നെ വിശ്വസിക്കുന്നത്. ചില ആൾക്കാർ പറയുന്നത് എന്നെ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല, കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു അവസരം ചോദിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഞാൻ എവിടെ പോയാലും എനിക്ക് മിണ്ടാൻ വേണ്ടി പറ്റുന്നില്ല, ഞാൻ ആരോടും ഒരു പരിപാടിക്ക് ഞാൻ പോവാറില്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ നമുക്ക് തോന്നും ശരിക്കും ഇവരെ കാണാൻ ഭംഗിയില്ലാത്തതിനെ കൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ നല്ല ഭംഗിയുള്ള ആൾക്കാരും ഇതേ കാര്യം പറയുന്നുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ള. അപ്പൊ ഭംഗിയല്ല എന്ത്, കോൺഫിഡൻസിന്റെ ഘടകം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെ കാണാൻ എങ്ങനെയാണോ, നമ്മളെ ബോഡി എങ്ങനെയാണോ, പല ഡിസബിലിറ്റീസ് വന്നിട്ടുള്ള, ബോഡിയിൽ ഭയങ്കര പ്രശ്നമൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ, അതായത് നമുക്കറിയാം ഇപ്പം പല കൈയില്ല കാലില്ല നിക് വ്യൂജിസിനൊക്കെ പോലത്തെ ആൾക്കാരടക്കം അവരെ ലിമിറ്റേഷൻ പുറമെ ഉണ്ടെങ്കിലും അവരെ ഹൈറ്റും വെയിറ്റും അവരെ കാണുന്നതിലും ഒക്കെ ലിമിറ്റേഷൻ മറ്റുള്ളവർക്ക് തോന്നിയാലും അവരെ ഉള്ളിൽ അവരവരെ പറ്റി നല്ലത് ചിന്തിക്കുന്നു, നല്ലത് വിശ്വസിക്കുന്നു എന്നുള്ളതിനെ കൊണ്ട്
ഈ ജീവിതം അവർക്ക് ഏറ്റവും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. പക്ഷെ നമ്മൾ ചില ആൾക്കാർ നല്ല ടാലന്റഡ് ആവും, നല്ല പാടാൻ അറിയും, നല്ല സ്കിൽഫുൾ ആവും, കണ്ടാൽ തന്നെ നല്ലൊരു ജെന്റിൽമാൻ ലുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ആൾക്ക് ആളുള്ളില് ഞാൻ പോരാ, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള രീതിയിലാണ് ബിലീഫ്. സ്വയത്തിനെ കുറിച്ചുള്ള വിശ്വാസം, ജീവിതമൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല, ലൈഫ് പറഞ്ഞാൽ മൊത്തം പരീക്ഷനാണ് എന്നുള്ള രീതിയിലാണ് ജീവിതത്തിനെ കുറിച്ചും സ്വയത്തിനെ കുറിച്ചും വിശ്വാസം എന്നുണ്ടെങ്കിൽ ആളെ കയ്യിൽ ഈ ലോകം തന്നെ മാറ്റിമറിക്കാനുള്ള വലിയ ഐഡിയ ഉണ്ടായാലും ആൾക്ക് അതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം എന്താ? കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് പോലും ഇറങ്ങുന്നുണ്ടാവില്ല എന്നുള്ളതാ. അപ്പൊ ഈ പുറമെ കാണുന്ന ഘടകങ്ങളെക്കാൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, എവിടെ നിങ്ങളുടെ ഉള്ളിൽ, അതാണ് നിങ്ങളെ ജീവിതം തീരുമാനിക്കുന്നത് എന്നുള്ളതാ. ഇതിൽ പറഞ്ഞല്ലോ, യു ആർ വാട്ട് യു ബിലീവ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നിങ്ങൾ. വിത്ത് യുവർ ബിലീഫ്സ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ കൊണ്ട് യു ക്രിയേറ്റ് യുവർ വേൾഡ്. നിങ്ങൾ ഈ ഒരു ലോകത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്, ലോകത്തിനെ നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഒറ്റ ഒരു ലോകമേ ഉള്ളൂ. പക്ഷെ പല ആൾക്കാർക്കും പല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണത്. ഇപ്പം രണ്ടുപേരെ അടുത്തിരിക്കുമ്പം ഒരാൾ ചിന്തിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ എനിക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എനിക്കൊരു വേൾഡിന് വേണ്ടി ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നല്ല നല്ല ഐഡിയാസും നല്ല വിഷണറി ആയിട്ടാണ് അയാൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇതേ ലോകത്ത് ജീവിക്കുന്ന അതേ ബെഞ്ചിലിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന ആളെന്താ ചിന്തിക്കണത്? ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, എത്ര കാലം ഇങ്ങനെ പോവാനാ, ഫുള്ള് കഷ്ടപ്പാടാണെന്നുള്ള. അപ്പം പുറമെ ഒറ്റൊരു ലോകം ആണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളും വിശ്വാസങ്ങളുമാണ് നമുക്ക് പുറമെ കാണുന്ന ലോകത്തിനെ വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ ലൈവിലുള്ള നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ലോകത്തിനെ കുറിച്ച്, ജീവിതത്തിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും പലതാണ് പറയാ. നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും, ഒരു പ്രതീക്ഷയില്ലാതെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ എന്താണ് മാറ്റം? നിങ്ങളുടെ ഉള്ളിലെ ലോകമാണ് നിങ്ങളെ പുറത്തെ ലോകത്തിനെ കാണുന്ന കണ്ണാടിയായിട്ട് മാറുന്നത്. അപ്പോൾ മോശം സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് നെഗറ്റീവ് തോട്ടും ഇമോഷൻസ് ഉള്ളിൽ നിറച്ച് വെച്ചിട്ട് നിങ്ങൾ ലോകത്തിനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതൊന്നും കാണാൻ പറ്റൂല, ഒരു പ്രതീക്ഷയും തോന്നൂല. നമ്മൾ പറയല്ലോ, കണ്ണാടിയിൽ പൊടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ പൂന്തോട്ടം ഉണ്ടായാലും ഇതാകെ മങ്ങിക്കിടക്കാണല്ലോ എന്ന് പറയുന്നുള്ളത്. ഇതുപോലെ തന്നെ കാര്യം. അപ്പം നമ്മൾ ഖുർആനിൽ പറയുന്ന വേറൊരു കാര്യം ഓർമ്മ വന്നപ്പോൾ പറയാം, കത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലത്തെ തന്നെ, ഒരു മിനിറ്റ്. ഓക്കെ, അതായത് ആരാണോ അവരെ ഉള്ളിലുള്ളത് അത് എന്താ പറയാ, പ്യൂരിഫൈ ചെയ്യുന്ന ആൾക്കാർ അവര് വിജയിച്ചു. നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളും കാര്യങ്ങളൊക്കെ പ്യൂരിഫൈ ചെയ്യുന്ന ആൾക്കാർ വിജയിച്ചു. അല്ലാത്തവര് അത് അവിടെ തന്നെ വെക്കുന്നത്. എന്താണ് ഇവിടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ പറയുന്നത്? നിങ്ങളെ നെഗറ്റീവ് തോട്ട്സ്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള മോശം അഭിപ്രായങ്ങൾ, ജീവിതത്തിനെ കുറിച്ചുള്ള മോശം അഭിപ്രായങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ഇതൊക്കെ തന്നെയാണ് എന്തെന്നുള്ളത് നമ്മളെ ഉള്ളിലുള്ള ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതിനെ പ്യൂരിഫൈ ചെയ്യുന്നവർക്ക് ആ കണ്ണാടി തെളിഞ്ഞു കിട്ടും. ഈ ലോകത്തിന്റെ അവസരങ്ങളെയും സന്തോഷങ്ങളെയും അവർക്ക് വീണ്ടും കാണാൻ വേണ്ടി പറ്റും. ജീവിതം അവർക്ക് വീണ്ടും സന്തോഷമുള്ളതായിട്ട് അനുഭവിക്കാൻ വേണ്ടി പറ്റും. എന്നാലോ അത് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവരെ ജീവിതത്തിൽ പരാജയപ്പെടും എന്നുള്ളത്. അപ്പോൾ ഇതിൽ സയൻസിനും സ്പിരിച്വാലിറ്റിക്കും നല്ല ബന്ധമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനും മൈൻഡിന്റെ ഫംഗ്ഷനും ആണെന്നുള്ളതാ. ഓക്കെ, ഒരാളെപ്പോഴും ഫുള്ള് നെഗറ്റീവ്സ് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അയാളെ ബ്രെയിന് അതിനനുസരിച്ചിട്ട് ഭാഗപ്പെടുക ചെയ്യുക. എപ്പോഴും പ്രശ്നങ്ങളെ പേടിച്ചിട്ടിരിക്കുന്ന അലേർട്ടിംഗ് മോഡിലിരിക്കുന്ന ഒരാളാണ് അയാളെ ലൈഫിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ അയാളെ മൈൻഡിൽ നെഗറ്റീവ്സ് വരും, അവരെന്നെ പറ്റിക്കും, ഇവരെന്നെ പറ്റിക്കും എന്നുള്ള രീതിയിലൊക്കെ ആളുകളെ കുറിച്ചിട്ടുള്ള മോശം അഭിപ്രായം, ആരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആരെയും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അവരുടെ ജീവിതത്തിൽ നല്ല ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ പറയുന്നുണ്ട്, ചേഞ്ച് യുവർ ബിലീഫ്സ്. നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങൾ നിങ്ങൾ മാറ്റുക, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ എന്താണ്, നമ്മുടെ തോട്ട്, നമ്മുടെ ചിന്തകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ബൈബിളിൽ പറയുന്ന ഒരു കാര്യമാണ്, ബി കെയർഫുൾ ഹൗ യു തിങ്ക്. നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കണത് അതിനെക്കുറിച്ച് നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇരിക്കണം കേട്ടോ. കാരണം നിങ്ങൾ വെറുതെ ചിന്തിച്ച് കൂട്ടുന്നതൊന്നും എവിടെ ഇല്ലാണ്ടായി പോകുന്നില്ല. യുവർ ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ യുവർ തോട്ട്സ്. നിങ്ങളെ ലൈഫ് രൂപപ്പെടുന്നത് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടാണ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ വിചാരിക്കും എൻ്റെ ചിന്ത, ഞാൻ ചിന്തിക്കുന്നു അത് കഴിഞ്ഞു പോകുന്നു. അല്ല, ആ ചിന്തിക്കുന്നതിൻ്റെയും ആ വിശ്വാസത്തിൻ്റെയും റിസൾട്ടാണ് നിങ്ങൾ അടുത്ത ജീവിതവും അനുഭവമായിട്ട് മാറുന്നത്. ഇതുവരെ ചിന്തിച്ചത് തന്നെ ഇനിയും ചിന്തിച്ചിരുന്നാലേ, നേരത്തെ പറഞ്ഞല്ലോ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവിടെ വഴി രൂപപ്പെടും. അതേ അനുഭവം തന്നെ ഇനി കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒക്കെ കാരണമായിട്ട് നമ്മുടെ ടെൻഷൻസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഒക്കെ ബോഡിയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബോഡിയിൽ വേറെ പ്രശ്നങ്ങളും വരും. ഓക്കെ, ഇനി ഒരാളോ അവർക്ക് ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് അതിൽ ദിവസവും നന്ദിയുള്ള മനസ്സോടെ നന്ദി പറഞ്ഞിട്ട്, നന്ദി അനുഭവിച്ചിട്ട്, ഫീൽ ചെയ്തിട്ട്
ഉള്ളതിൽ നമ്മൾ പറയല്ലോ കൃതജ്ഞത ഉള്ള ആൾക്കാർ ആ രീതിയിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ ബ്രെയിനിൽ അങ്ങനത്തെ ന്യൂറൽ പാത്വേസ് രൂപപ്പെടുക. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഡോപ്പമിൻ പോലത്തെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന അവർക്ക് നമ്മൾ പറയില്ല, നമ്മൾ ഡാൻസ് കളിക്കുമ്പം, ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുമ്പം, ചോക്ലേറ്റ് കഴിക്കുമ്പം, അങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. അത്തരത്തിലുള്ള ഹോർമോൺസ് ആണ് സെയിം അതേ സമയം നിങ്ങൾ നന്ദിയുള്ള ആളായിട്ട് ഉള്ളതിന് നന്ദി ഫീൽ ചെയ്ത് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ ബോഡിയിൽ റിലീസ് ചെയ്യുക. അപ്പം എന്താണ്, നിങ്ങൾക്ക് ജീവിതം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. ഈ രീതിയിലാണ്. ഇതാണ് ഇവിടെ പറഞ്ഞത്, സയൻസും സ്പിരിച്വാലിറ്റിയും കൂടി ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് എവറി തോട്ട് സെൻഡ് എ സിഗ്നൽ ഇൻ യുവർ ബ്രെയിൻ. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോന്നും സിഗ്നൽ ആയിട്ട് ബ്രെയിനിക്ക് പോകുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇത്തരം ചിന്തകൾ അവിടെ ഒരു ന്യൂറൽ പാത്വേസ് രൂപപ്പെടുന്നുണ്ട്. ഈ ഒരു പാത്വേസ് എന്താണ്, നിങ്ങളുടെ ഹാബിറ്റ്, നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസമായിട്ട് മാറുന്നുണ്ട്. ഇതെല്ലാം കൂടി നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ ലൈഫും എല്ലാം ആ രീതിയിൽ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ചിന്തന പറഞ്ഞപ്പോഴാണ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ തോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കോച്ചിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. നമ്മളെല്ലാവരും എപ്പോഴും കേട്ട കാര്യമാണ് എന്ത്, അതായത് ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ, അതായത് യു ആർ വാട്ട് യു തിങ്ക്, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. അതായത് നിങ്ങളെ ചിന്തകളെ കൊണ്ടാണ് നിങ്ങളുടെ ഭാവി അല്ലെ ലൈഫ് രൂപപ്പെടുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ വെറും നിങ്ങൾ മോട്ടിവേഷൻ കേട്ടതിനെ കൊണ്ട് മാറുന്ന കാര്യമില്ല. പക്ഷേ ഞാൻ ഇതിൽ പറഞ്ഞതിൽ നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. നമുക്കിത് മാറ്റാൻ പറ്റും. എങ്ങനെയാ മാറ്റാൻ പറ്റാം? നമുക്ക് വേണ്ടതിനെ റിപ്പീറ്റ് ചെയ്ത് വേണ്ടത് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല, ഇനി ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. അതിനെ റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലേ, കൊടും കാട്ടിലും നടന്ന് നടന്ന് അവിടെ വഴി ഉണ്ടാവും. അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങളുടെ ഹാബിറ്റ്, സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും മോശം സ്വഭാവം ഉണ്ട് വിചാരിക്കാം, നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല, ജീവിതത്തിൽ നശിപ്പിക്കാന്നും അറിയാം. എന്നാൽ ഇനി അത് തുടരരുത്. അപ്പൊ ഒക്കെ ഈ കാര്യം ഓർക്കുക, ബ്രെയിനിൽ ഇങ്ങനെ വഴി രൂപപ്പെടുന്നുണ്ട്, അത് അവിടെ സ്ട്രോങ് ആവുന്നതിനനുസരിച്ചിട്ട് വീണ്ടും 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 നിങ്ങൾ അതേ ആളായിട്ട് തന്നെ തുടരും. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് പണിയായിരിക്കും. അതിനപ്പുറത്തേക്ക് നല്ല കാര്യങ്ങൾ ഇനി ബിൽഡ് ചെയ്ത് തുടങ്ങാം. പുസ്തകം വായിക്കുന്നതാവാം, നടക്കാൻ വേണ്ടി പോണതാവാം, പുതിയ സ്കില്ല്, ലൈക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക, പുതിയ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ഇപ്പോൾ ഉള്ള നിങ്ങളിൽ നിന്ന് മെച്ചപ്പെടാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഹാബിറ്റ് ആക്കിയിട്ട് ഡെയിലി ചെയ്തു തുടങ്ങുക. അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം നിങ്ങൾ മുന്നേ ചെയ്ത ആ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആ വഴി ഉണ്ടല്ലോ, അത് അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ മൂപ്പരിങ്ങനെ നമ്മളെ ബാക്കോട്ട് വലിക്കും, മതി ഇനി ഇന്ന് വേണ്ട നാളെ ചെയ്യും, ഫുൾ മടിയായിരിക്കും. പക്ഷെ വിട്ടുകൊടുക്കരുത്. നമുക്ക് എന്താണ്, തുടർച്ചയായിട്ട് ചെയ്ത് ചെയ്ത് നമ്മളെ സ്വഭാവത്തിന്റെ ഭാഗമാക്കണം, ജീവിതത്തിന്റെ ഭാഗമാക്കണം. അപ്പൊ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു 21 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് അത് നിങ്ങളിൽ കുറച്ചൊക്കെ ആവാൻ വേണ്ടി തുടങ്ങും. 90 ദിവസം ആവുന്ന സമയത്താണ് അത് നിങ്ങളെ ഭാഗമായിട്ട് നിങ്ങളായിട്ട് മാറുക. ഓക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി, ഇപ്പൊ ഇവർക്ക് അറിയാം, നമ്മുടെ 1 മന്ത് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്നത്. അതായത് ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മെന്റർ സപ്പോർട്ടോടെ 90 ഡേയ്സ് അവരെ ലൈഫിൽ വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇമോഷണൽ വൂൺസ് ബോഡിയിലും മൈൻഡിലും ഒക്കെ ഉണ്ടാവും. അതിനെ ഹീൽ ചെയ്യുക. അതുപോലെ തന്നെ നല്ല തോട്ട്സ്, വിജയിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള, റിലേഷൻഷിപ്പിൽ നല്ല ബന്ധം, നല്ല രീതിയിൽ സന്തോഷം ഉണ്ടാക്കാൻ ആയിട്ടുള്ള, നല്ല പണം, നല്ല രീതിയിൽ അവർക്ക് എന്താണോ ഇനി എന്തൊക്കെയാ വേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഞാൻ അത്ര പോരാ, എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് കിട്ടൂല എന്നുള്ള രീതിയിലാണെങ്കിൽ അതിനെ മാറ്റൽ എങ്ങനെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഞാൻ അടിപൊളിയാണ്, ഞാൻ ഇതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നിലോട്ട് നല്ലത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചിന്തകള് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ആവർത്തിച്ച് 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 ഡെയിലി കേട്ടുകൊണ്ടിരിക്കുക, ചിന്തിക്കുക, അതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന നല്ലൊരു ജീവിതം അതിനെ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, വിഷ്വലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും നെഗറ്റീവ് വിഷ്വലൈസ് ചെയ്യുന്ന, അതായത് നമുക്ക് ഉണ്ടാവുന്ന, അതായത് ഇപ്പം നമ്മളെ ഒരു കുട്ടി പുറത്തേക്ക് പോയി, ആള് സമയത്തിന് വീട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മളെ മൈൻഡിൽ ആദ്യം എന്താ പറയുക, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, ആ റോട്ടിൽ നിന്ന് ആ വളവിൽ നിന്ന് ആരെങ്കിലും തട്ടി കൊണ്ടുപോയിട്ടുണ്ടാവും എന്നൊക്കെ. അത്തരത്തിലുള്ള നെഗറ്റീവ് വിഷ്വലൈസേഷൻ നേരെ മൈൻഡിലേക്ക് വരും. അതല്ല നിങ്ങൾ ചെയ്യണ്ടേ. നിങ്ങൾ ഇതിനെതിരായിട്ട് ഇനി നിങ്ങൾക്ക് എന്താ ആവേണ്ടത്, റിയാലിറ്റി
എത്ര മോശമായിക്കോട്ടെ, എവിടുക്കാ നിങ്ങൾക്ക് എത്തേണ്ടത്, ലൈഫിൽ ഇനി എന്താ ആവേണ്ടത്, ഒരു ഡോക്ടർ ആവാണോ വേണ്ടത്, നല്ല വീടാണോ വേണ്ടത്, നല്ല ആരോഗ്യമാണോ, എന്താ വേണ്ടത്, അത് ആയതുപോലെ മൈൻഡിൽ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ പുതിയ ന്യൂറൽ പാത്വേസ് രൂപപ്പെടും. അത് നിങ്ങളിലായിട്ട് മാറും, നിങ്ങളുടെ ജീവിതം അതായിട്ട് മാറും, റിയാലിറ്റി അതായിട്ട് മാറും. അപ്പൊ ഇതിന് 10 മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ് ആണത്. ഈ രീതിയിൽ നമ്മൾ ബ്രെയിനിന്റെ ന്യൂറൽ നെറ്റ്വർക്ക്സിനെ റിവയർ ചെയ്തെടുക്കാൻ, മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കാൻ, ഈവൻ നമ്മുടെ പ്രാർത്ഥനയിൽ പോലും, നമ്മൾ ദൈവത്തിനെ കാണുന്ന രീതിയിൽ പോലും. ചില ആൾക്കാർക്ക് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിക്കുന്ന പടച്ചവൻ, പരീക്ഷിക്കുന്ന ദൈവം എന്ന ഉള്ളിൽ ഉറച്ചു പോയിട്ടുണ്ടാവുക. കാരണം പരീക്ഷണങ്ങൾ മാത്രം കിട്ടി കിട്ടി അങ്ങനെ ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, പരീക്ഷണം എവിടുന്നാ വരുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വീണ്ടും അങ്ങനെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ പരീക്ഷണങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ദൈവം തന്നെ പറയുന്നുണ്ട്, എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് അവനിക്ക് ഞാൻ. അപ്പൊ നിങ്ങൾ പരീക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങളായിട്ട് ദൈവത്തിനെ വീണ്ടും അനുഭവിക്കാം. അതല്ല, ഇനി ഒന്ന് മാറ്റ്, സ്നേഹം തരുന്ന, അല്ലെങ്കിൽ എനിക്ക് നല്ല കരുണ തരുന്ന ദൈവം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിലടക്കം ലൈഫിന്റെ ഓരോ ഏരിയയിലും നമുക്ക് റിവയറിങ്ങും റീപ്രോഗ്രാമിങ്ങും സാധ്യമാക്കുന്ന രീതിയിലാണ് നമ്മുടെ ആ കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, 1 മന്ത് ആയിരിക്കും ട്രെയിനിങ് വരിക. ലൈവ് സെഷനും വിത്ത് സ്ലൈഡ്സ്, നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കും. അതുപോലെ 90 ഡേയ്സ് ഫോളോ അപ്പ് ആയിരിക്കും, മെൻറ്റർ ഉണ്ടാവും കൂടെ. ഇതെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആ ഒരു അവസ്ഥയിലോട്ട് പരിവർത്തനം ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. അതിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റം ഒരിക്കലും നിൽക്കുന്നില്ല. അത് വീണ്ടും 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 തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താ, നമ്മൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ന്യൂറൽ പാത്വേസ് രൂപപ്പെടുന്നു, ഉള്ളിൽ നല്ല കാര്യങ്ങൾ പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുന്നു, മാറ്റം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും മാറി എന്ന് വെച്ചിട്ട് അതിൽ തന്നെ നിലനിൽക്കരുത്, വീണ്ടും മാറണം, അടുത്ത ലെവലിലോട്ട് മാറണം, വീണ്ടും വീണ്ടും അടുത്ത ലെവലിലോട്ട് മാറിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാ. അപ്പൊ ആ ഒരു മാറ്റാണ് നമുക്ക് അവിടെ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് സയന്റിഫിക് ആയിട്ട് തന്നെ നമ്മുടെ ന്യൂറോ സയൻസും സ്പിരിച്വാലിറ്റിയും ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ശരിക്കുള്ളൊരു മാറ്റം ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്ന നവംബർ 15-ാം തീയതിയാണ് നമ്മുടെ അടുത്ത 12th ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കറക്റ്റ് മെന്റൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ 90 ഡേയ്സ് നിങ്ങളെ കൊണ്ട് കറക്റ്റ് നമ്മൾ അതിന്റെ ടൂൾസും, ഞാൻ പറയാലോ സയന്റിഫിക്കലി ഒക്കെ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ടാവും. മെഡിറ്റേഷൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്ത ഒരു മെഡിറ്റേഷൻ അതിൽ നല്ല കാര്യങ്ങളാണല്ലേ പറയണേ. നിങ്ങളത് കേട്ട് നോക്കിയിട്ടുണ്ടോ? നമ്മളെ നല്ല ഭാവി, നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾ നിരന്തരം ഒരു 90 ദിവസം കേട്ട് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതല്ല ആക്ച്വലി ഉള്ളത്, അതിനായിട്ട് വേറെ മെഡിറ്റേഷൻ ഡിസൈൻ ചെയ്തിട്ടാണുള്ളത്. ഇതന്നെ കേട്ട് നോക്കി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ എത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ലോകം മാറും, അപ്പോൾ പുറത്തെ ലോകവും മാറും എന്നുള്ളത്. അപ്പോൾ ഉള്ളിലെ ലോകം മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന നെഗറ്റീവ് കാര്യങ്ങൾ തുടരാതിരിക്കുക, പകരം പുതിയത് ചെയ്യുക. അതായത് ഇനി മുതൽ പുതിയ ഹാബിറ്റ് ഫോം ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് പുതിയ ഭാഷ പഠിക്കാം, പുതിയ സ്കില്ല് പഠിക്കാം. അതിന് വയസ്സൊന്നും ഒരു കാര്യമല്ല. നമ്മൾ എത്രത്തോളം പുതിയത് കൊടുത്ത് നമ്മളെ ബ്രെയിനിലെ മസിൽസിനെ സ്ട്രോങ് ആക്കുന്നോ അത്രത്തോളം നമ്മൾ ഈ ലൈഫിനെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ബോഡിയിലെ മസിൽ സ്ട്രെങ്ത് ആക്കുന്നതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ തന്നെ ഭയങ്കര കരുത്താ. എത്ര വെയിറ്റ് വന്നാലും നമുക്ക് എടുക്കാം. ഇതേപോലെ പുതിയ സ്കില്ലുകൾ പഠിച്ചുകൊണ്ടിരിക്കുക, അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുക, നടക്കാൻ പോവുക, അല്ലേ? നിങ്ങൾ ഉറക്കത്തിന്റെ സമയം കറക്റ്റ് ആക്കുക, നല്ല ന്യൂട്രീഷൻസ് ഉള്ള ബ്രെയിനിന്റെ മസിൽസിന് പോലും സ്ട്രെങ്ത് കൊടുക്കുക, നല്ല ഫുഡ് കഴിക്കുക. ഈ രീതിയിൽ നിങ്ങളിൽ ഇനി മാറ്റം കൊണ്ടുവരാണെങ്കിൽ, അത് തന്നെ തുടരുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ആദ്യം ഉണ്ടാക്കി വെച്ച ആ മതിലിലെ, ആ മതിലിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്ന നമ്മൾ അതിലത്തെ ഓരോ ബ്രിക്സും എടുത്തെടുത്തെടുത്ത് നമ്മൾ പതിയെ ഫ്രീ ആകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സാൽവേഷൻ കിട്ടാന്നുള്ള രീതിയിൽ ഒരു ശരിക്കത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സാധ്യമാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇത് ആക്ച്വലി ഇന്ന് മാത്രം തീരുന്ന ഒരു ടോപ്പിക് അല്ല. കാരണം എന്താ, മൈൻഡ്, സെൽഫ് ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടലി ലൈഫിനെ കുറിച്ചിട്ടുള്ള വിസ്റ്റംസ്, ഇതൊക്കെ ഒരുപാടാണ് അല്ലേ? നമുക്കറിയാം നമ്മളെ ഇന്ത്യനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ യോഗ, മെഡിറ്റേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ അത്രയും പ്രശസ്തി നേടിയിട്ടുള്ളതാ. ആൻഷ്യൻ്റ് ആയിട്ടുള്ള വിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, നമ്മൾ ഒരുപാട് പരിവർത്തനം ചെയ്യപ്പെടാനുണ്ട്. അറിവിന് മനുഷ്യന്മാരെ ഹീൽ ചെയ്യാനുള്ള ശക്തിയുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ ഇൻഷാല്ല എവറി മന്ത് 3 ഫ്രീ സെഷൻസ് നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തേത് നിങ്ങൾക്ക് ലൈഫിനെ കിട്ടിയിട്ടുള്ള ഒരു അവയർനെസ് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഇനിയും നെഗറ്റീവ് തന്നെ കൊടുത്തുകൊണ്ടിരുന്ന അത് നിങ്ങളെ ഭാഗമായിട്ട് മാറും. ലൈഫ് പിന്നെ അതാണ്. അപ്പം അത് മാറ്റാൻ റെഡി ആവുന്നവർക്കേ അവസ്ഥയും മാറുള്ളൂ എന്നുള്ളതാ. എന്തേലും സ്റ്റക്നെസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റൂട്ട് കോസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതിനെ
മാറ്റുന്ന സമയത്ത് ആ പുറത്തുനിന്ന് ആ സ്റ്റെക്നെസ് എന്നേക്കുമായിട്ട് മാറാം. ഓക്കെ, അപ്പം അതിന് നിങ്ങൾക്കൊരു ഗൈഡഡ് സപ്പോർട്ടോടെ, ഒരു മെൻറ്റർ സപ്പോർട്ടോടെ നിങ്ങൾക്ക് ശരിക്കും നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യില്ല ബോഡിക്ക് വേണ്ടി, ഇതുപോലെ സെൽഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നെക്സ്റ്റ് വർക്ക്ഷോപ്പിലോട്ട് എന്തായാലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണം എന്നുള്ളവർ പേഴ്സണലി കണക്ട് ചെയ്യുക. എൻ്റെ നമ്പർ കാര്യങ്ങൾ ഞാനിവിടെ ചാറ്റ് ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മളെ ഗ്രൂപ്പിലും ഉണ്ടാവും. ഇനി ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളും വിസ്റ്റംസും ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ എന്ത് പുതിയ കാര്യം നല്ലത് ആവർത്തിച്ചാലും അത് നിങ്ങളെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ആക്കേണ്ടത് അത് നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പൊ നമ്മുടെ ടാസ്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾ സെഷൻ കഴിഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളിൽ മാറ്റേണ്ട എന്തൊക്കെയാണ് കാര്യങ്ങളാണ് മാറ്റേണ്ടത് അത് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി എന്തിലോട്ടാണ് മാറ്റേണ്ടത്, മാറ്റേണ്ടത് മനസ്സിലായി, പക്ഷെ എങ്ങനെ ആവണം, ഇനി എങ്ങനെയാണ് എനിക്ക് ആവേണ്ടത് അതും ലിസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. ഞാൻ ഇനി എന്തൊക്കെയാണ് നിർത്തേണ്ടത്, ഇനി എന്തൊക്കെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്പായി എന്ന് വിചാരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മന്ത് നമ്മൾ ബാച്ച് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതല്ലാതെ ഗ്രൂപ്പിൽ എന്താ പറയുക താല്പര്യമില്ലാത്ത ആൾക്കാർക്കായിട്ട് നമ്മൾ മെന്ററിങ്സും പേഴ്സണൽ കോച്ചിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സെൽഫിനെ ട്രാൻസ്ഫോം ചെയ്യണം എന്ന് ആഗ്രഹത്തോടെ വരുന്ന ആൾക്കാർക്ക് ലൈഫിൽ അപ്ഡേറ്റ് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു അവസരം. ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് തന്നെ പറയാം. നമ്മൾ പല കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗോൾഡിലും കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങളിൽ നിങ്ങൾ മാറ്റാൻ ടൈമും അറിവായിക്കോട്ടെ സമയമായിക്കോട്ടെ, ഈ സമയം പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ്, നിങ്ങൾ എത്താൻ പോകുന്ന ആ ഒരു സെൽഫ് ഉണ്ടല്ലോ, അത് നിങ്ങളോട് താങ്ക്സ് പറയും. ഓക്കെ, കാരണം അറിവുകൾ നമ്മളെപ്പോഴും അവെയർ ആക്കിക്കൊണ്ടേയിരിക്കും, നമ്മളെ മാറ്റാൻ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മെന്ററിങ്ങും കോച്ചിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളെ കയ്യിലുള്ള കാര്യം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അറിയാം, റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് അറിയാം, അതിന്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നുണ്ട്, തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളിൽ മാറ്റം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ഇനി അടുത്ത സെഷൻ വരുന്നത് നവംബർ 11-ാം തീയതിയാണ്. ടോപ്പിക്ക് വരുന്നത് ടയർഡ് ഓഫ് ഡെസ്റ്റിനി എന്നാ. പല ആൾക്കാരും വിധിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക, എന്താണ് വിധിയാണ് അല്ലെ, എനിക്കൊരു ഇങ്ങനെ പ്രശ്നം സംഭവിച്ചു എന്നുള്ള രീതിയിൽ. അപ്പം അതിനപ്പുറത്തേക്ക് വിധി ആയിക്കോട്ടെ, എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. അപ്പൊ എല്ലാവർക്കും അതിലോട്ട് സ്വാഗതം. ഇനി നിങ്ങളുടെ ടൈമാണ്. ഇന്നത്തെ സെഷനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ്, ആരാണെന്ന് മനസ്സിലായില്ല. ഓക്കെ, വലൈക്കും അസ്സലാം. മാഷാ അല്ലാ, ക്ലാസ് ഒരുപാട് ഇഷ്ടായി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞന്ന് നമ്മൾ മറ്റേ ക്ലാസ്സിൽ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങളെ. താങ്ക് യു സോ മച്ച് ശൈല മാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഡിയർ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക, നമ്മൾ ഇനി എങ്ങനെ മാറണം എന്നുള്ള രീതിയിലോട്ട് ക്ലാരിറ്റി കിട്ടും. അപ്പൊ കയ്യിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഫാത്തിമ മാം. അപ്പൊ ഇൻഷാ അല്ലാ ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിറ്റി തിയറി കാര്യങ്ങളൊക്കെ കൂടെ മനസ്സിലാക്കിയിട്ട് അതിൽ വർക്ക് ചെയ്യാനും ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കാനും പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് മൈൻഡ്ഫുൾ പാത്ത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ നമ്മുടെ സെഷന്റെ ലിങ്ക് കാര്യങ്ങൾ ഇതല്ലാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വേറെ കുറേ കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾ ആരെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അസ്സലാമലൈക്കും സലാമ. വലൈക്കും അസ്സലാം. ക്ലാസ് അടിപൊളിയായി എന്ന് പറഞ്ഞാല് മാം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോഴും കണ്ടിന്യൂറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഫലങ്ങള് മാഷാ അല്ലാ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോ ഒന്നും കൂടി കുറെ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയ പോലെയും കൂടി തോന്നി എനിക്ക്. അന്ന് കേട്ട കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന്
റിവൈൻഡ് ചെയ്ത് കേട്ട പോലെ തോന്നി. അപ്പൊ ഒരു സന്തോഷം സമാധാനം ഒക്കെ ഉണ്ട്. ക്ലാസ് അടിപൊളി. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു. ഞാൻ നമ്പർ കമന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനോ ഇനി നമ്മുടെ നെക്സ്റ്റ് വർക്ക്ഷോപ്പിനെ കുറിച്ചിട്ടോ മെന്ററിങ്സിനെ കുറിച്ചിട്ടോ ഒക്കെ അറിയാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്യാം കേട്ടോ. മാം കേൾക്കുന്നില്ലല്ലോ പറയണേ. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 11-ാം തീയതി വിധിനെ കുറിച്ചിട്ട് ഡെസ്റ്റിനെ കുറിച്ചുള്ള സെഷനിൽ കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇപ്പൊ വീഡിയോയിൽ വന്നിരുന്ന എല്ലാവർക്കും, ഖദീജ മാം, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇൻഷാല്ല കാണാം.